വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ചാരിത്രശുദ്ധി, കന്യകാത്വം, അത് മനുഷ്യന് കാണാൻ സാധിക്കുന്നതല്ല, എന്നാൽ ദൈവത്തിന് കാണാൻ സാധിക്കുന്നതാണ്. തന്നെയുമല്ല, ഒരാൾ കന്യകയായിരിക്കുന്നത് ആന്തരികമായിട്ടാണ്, അതവരുടെ ജീവിത രീതിയിലൂടെയാണ് പ്രകടമാകുന്നത്. ആന്തരികമായി ദൈവവുമായി ഉള്ള ഒരു ബന്ധത്തിൽ നിന്നുമുള്ള അവരുടെ വിശുദ്ധിയുടെ പൂർണ്ണത അത് ദൈവം കാണുന്നു. മനുഷ്യനെ സംബന്ധിച്ച് അത് കാണാൻ സാധിക്കുന്നില്ല. ഇപ്രകാരം കന്യകയായിരുന്ന ഒരു മറിയത്തിൻ്റെ അടുക്കൽ മാലാഖ വന്ന് 2 വാക്കുകൾ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുമ്പോൾ ഈ മാലാഖ ദൈവസന്നിധിയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൂതനാണ്. അവനേക്കാൾ അധികമായി ദൈവം മറിയത്തോടു കൂടെ. എന്തെന്നാൽ ദൈവം അവളുടെ മനസ്സിലും ശരീരത്തിലും, അവളുടെ ഉദരത്തിൽ എന്ന് പറയുമ്പോൾ ഗർഭപാത്രത്തിലും നിറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. മറിയത്തോട് പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ. ദൈവകൃപ ഒരുവളിൽ നിറയപ്പെട്ട് കാണപ്പെടുന്നു. പൂർണ്ണമായും അവൾ കൃപയാൽ നിറഞ്ഞവളാണ്. എന്നാൽ മറ്റ് ആളുകളിൽ ഭാഗികമായിട്ടാണ് ഈ കൃപയുടെ നിറവ് കാണപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ കൃപയും സത്യവും യേശു ക്രിസ്തുവിലൂടെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് തന്നെ യേശുവിലൂടെ ലഭിക്കേണ്ട കൃപ മറിയത്തിൽ നിറഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നു. എന്ന് പറയുമ്പോൾ ഒരു വിവാഹ സമ്മാനം എന്ന നിലയ്ക്കോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത എന്ന നിലയ്ക്കോ ഒക്കെ അവൾ ആദ്യം മുതൽ ദൈവകൃപ നിറഞ്ഞവളായി കാണപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരടയാളം എന്ന നിലയിൽ ഒരു പുരുഷൻ്റെ സാന്നിധ്യം, ഒരു ദൂതൻ്റെ ആണെങ്കിൽ പോലും അഭിവാദനം അവളിൽ അസ്വസ്ഥത ഉളവാക്കുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മാലാഖമാർ മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്ന മറ്റ് സന്ദർഭങ്ങളെല്ലാം മറിയത്തിന് അറിയാത്തതല്ല. എന്നാൽ ഈ അഭിവാദനം വ്യത്യസ്തമാണ്. ഇത് മറ്റുള്ളവരോട് സാധാരണ ദൂതന്മാർ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്ന ഒരു അഭിവാദനമല്ല, വ്യത്യസ്തമാണ്. അതിനാൽ അവൾ അസ്വസ്ഥയാകുന്നു. കാരണം അവൾ കന്യകയായിരുന്നു, അവൾ ദൈവകൃപ നിറഞ്ഞവളായിരുന്നു. സക്രിയായെ പോലെ ഈ ദൂതൻ്റെ സന്ദർശനത്തെ എതിർത്ത് സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ ഹവ്വായെ പോലെ ഈ ദൂതൻ്റെ സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിൽ അവൾ ദുഃഖിതയാവുകയുമല്ല. എന്തായിരിക്കും ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് ആന്തരികമായി ചിന്തിക്കുകയാണ് ചെയ്തത്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.